ഇടുക്കിയിൽ അതിശക്തമായ മഴയാണ്. കല്ലാർകുട്ടി ഡാമിൻ്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. 5 ഷട്ടറുകളിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയാണ്. തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. നേര്യമംഗലം, വാളറ, അടിമാലി മേഖലയിലും ശക്തമായ മഴയും വെള്ളക്കെട്ടുമുണ്ട്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, ഇടുക്കിയിൽ ശക്തമായ മഴ തുടരുകയാണല്ലോ. മഴയുടെ ഭാഗമായി കല്ലാർകുട്ടി ഡാമിൻ്റെ ഷട്ടറുകൾ ഇപ്പോൾ കൂടുതൽ ഉയർത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും ഒരു ഇടവേളയ്ക്ക് ശേഷം ഇടുക്കി ജില്ലയിൽ വീണ്ടും മഴ ശക്തി പ്രാപിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ജില്ലയുടെ പല മേഖലകളിലും മലയോര മേഖലകളിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള മഴ പെയ്തത്. പ്രധാനമായും അടിമാലിയിലാണ് ഈ മഴയിൽ കടുത്ത നാശനഷ്ടവും അതുപോലെ തന്നെ വെള്ളക്കെട്ടും ഉണ്ടായിട്ടുള്ളത്. അടിമാലി ടൗണിലും പരിസരം വാളറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. മലമുകളിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒഴുക്ക് താഴേക്ക് എത്തുകയും റോഡ് പൂർണ്ണമായും വെള്ളത്തിന് അടിയിലേക്ക് പോവുകയുമായിരുന്നു. വാഹനങ്ങൾ കടന്നു പോകുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ശക്തമായ ഒഴുക്കാണ് റോഡിലൂടെ ഉണ്ടായിരുന്നത്. ഇത് ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇരിക്കുന്ന കടകളിൽ വെള്ളം കയറുന്നതിനും കാരണമായി. കൂടാതെ കല്ലാർകുട്ടി റോഡിലേക്ക് മരം പൊടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. നിലവിൽ ഈ മരം മുറിച്ചു മാറ്റി ഗതാഗതം ഇവിടെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. കല്ലാർകുട്ടി ഡാമിലേക്കും നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ നിലവിൽ അല്പം കൂടി ഉയർത്തി കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയാണ്. ഈ ശക്തമായ മഴ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തും എന്നുള്ള കണക്കുകൂട്ടലിനെ തുടർന്നാണ് നിലവിൽ ഇപ്പോൾ ഈ വെള്ളം തുറന്ന് പുറത്തേക്ക് ഒഴുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ കൂടുതൽ ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ജില്ലയുടെ പല മേഖലകളിലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴ പെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മണ്ണിടിഞ്ഞ ലക്ഷംവീട് കോളനി, അടിമാലിക്ക് സമീപമുള്ള ലക്ഷംവീട് കോളനിക്ക് സമീപം ചെറിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. കൂടുതൽ മണ്ണിടിയാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷ സമരങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു. ഇതിന്റെ മുകൾ ഭാഗത്തായി ഒരു വിള്ളലുണ്ട്. അവിടെ നിന്ന് വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. നിലവിൽ ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. അവിടെ ആൾതാമസം ഒന്നും തന്നെ ഇല്ല. മറ്റെവിടെയെങ്കിലും മണ്ണിടിയാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കുകയാണ്. വാളറ മുതൽ അടിമാലി വരെയുള്ള ഭാഗത്ത് ഇത്തരത്തിൽ കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നേര്യമംഗലം വനമേഖലയിലും അതീവ ജാഗ്രത പുലർത്തേണ്ടതായുണ്ട്. നിയന്ത്രണങ്ങൾ തുടരുക തന്നെയാണ് ഇടുക്കി ജില്ലയിലേത്. രാത്രികാല യാത്രയ്ക്കുള്ള നിരോധനം ഇതുവരെ എടുത്തു മാറ്റിയിട്ടില്ല. 7 മണി മുതൽ രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് കർശനമായി ഈ രാത്രിയും തുടരണമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. വ്യക്തമാണ്. ഇടുക്കി ജില്ലയിൽ മഴ ശക്തമായി തുടരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കല്ലാർകുട്ടി ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. ജലം കൂടുതലായി ഒഴുക്കി വിടുന്നുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം. ഇടുക്കിയിൽ മാത്രമല്ല, പത്തനംതിട്ട, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലും മഴ ഇടവിട്ട് പെയ്യുന്നുണ്ട്. മഴ തൽക്കാലം ഒഴിയുന്നില്ല എന്നുള്ളതാണ് വാർത്ത.